അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ലുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പം ഈ അഥേന ചെന്നപ്പോൾ അവിടെ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുക, അവരുടെ ഈ ആരാധനാലയങ്ങൾ വിഗ്രഹങ്ങളാണ്. അപ്പൊ പക്ഷെ അനേക വിഗ്രഹങ്ങൾ വെച്ചിട്ട് അതിനപ്പുറത്ത് അജ്ഞാത ദേവൻ എന്ന് പറഞ്ഞ് വേറൊരു വേദിക്കല്ല്, ഒരു കല്ലിട്ടിരിക്കുക. അപ്പൊ നോക്കിയേ, 100 വിഗ്രഹങ്ങളെ അവർ ഓരോ പേരിട്ട് സേവിച്ചെങ്കിലും അവർക്കൊരു തൃപ്തി വരത്തില്ല. ഇതിനപ്പുറം മറ്റെന്തോ ഉണ്ടെന്നൊരു ബോധം അവർക്കുണ്ട്. ഇപ്പൊ ഞാൻ ഹിന്ദു ആയിരുന്നപ്പോഴ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു സംരക്ഷിക്കുന്നു, ശിവൻ സംഹരിക്കുന്നു. എന്നിട്ട് ഇതിനകത്ത് ഈ പലർക്കും ഇത് അറിയത്തില്ല. ഇവിടെ എന്നിട്ട് ഇവർ പറയുന്നു ഇതിന് മേലൊരു മായയുണ്ട്. ഹിന്ദു കൺസെപ്റ്റ്, ഇതിന് മേലൊരു മായ വെച്ചാൽ ബ്രഹ്മാവിലോ വിഷ്ണുവിലോ ശിവനിലോ ഞങ്ങൾ പൂർത്തീകരണം കാണുന്നില്ല, ഇവരിൽ ഞങ്ങൾ എന്താണ് സമ്പൂർണ്ണത കാണുന്നില്ല, ഇതിനപ്പുറത്ത് ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു മായ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഇവരെ നിയന്ത്രിക്കുന്നത് എന്ന് ഇവർ പറയുന്നു. അപ്പോൾ നോക്ക്, പിന്നെ സത്യദൈവത്തെ പറ്റിയുള്ള മനുഷ്യന്റെ ദാഹമാണ് ഈ മായ എന്ന അനുഭവത്തിലേക്ക് ഇവരെ കൊണ്ടുവന്നത്. അപ്പൊ ഇതിനകത്ത് അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇതിനപ്പുറത്ത് മറ്റെന്തോ ഉണ്ട് എന്നവണ്ണം ഈ അഥേനയിലുള്ള ഈ ഗ്രീസിലുള്ള ഈ അഥേന പുരുഷന്മാര് അനേക വ്യക്തിത്വങ്ങളുടെ രൂപങ്ങളെ വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുകയാണ്. ഇവൻ ഇന്നാര്, ഇവൻ ഇന്നാര്, ഇവൻ ഇന്നാര്, ഇങ്ങനെ. പക്ഷെ അവർക്ക് ഇതിനെല്ലാം നമ്മൾ എത്ര വർഷം സേവിച്ചിട്ടും ഹൃദയത്തിനൊരു തൃപ്തി വരുന്നില്ല. അപ്പോഴവരെന്താണ്, എടാ ഇതിനകത്തൊന്നും അല്ല ദൈവം, ഇതല്ല ദൈവം. ദൈവം എന്ന് പറഞ്ഞ സാധനം വേറെ എന്തോ ഒന്നോ, നമുക്കത് വെളിപ്പെട്ട് വന്നാലും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, വേറൊരു കല്ല് ഇപ്പുറത്തോട്ട് കുഴിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അറിയാത്തതും ഞങ്ങളെ അറിയുന്നവനുമായിരിക്കുന്ന ഒരു ദൈവമുണ്ട്, അതൊരു പക്ഷേ ഈ കല്ലാണ് ഞങ്ങൾ കരുതുക. ആ കല്ല് ദൈവമാണെന്നല്ല, ഈ വേദിക്കല്ലിൽ കൂടെ ഞങ്ങൾ ആ ദൈവത്തെ കാണുവാൻ ആശിക്കുകയാണ്. ഇവനെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ പൗലോസിന് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നത്. അപ്പൊ പൗലോസ് അവിടെ സുവിശേഷത്തിന്റെ വാതിൽ തുറന്ന് നിങ്ങൾ എന്താണെന്ന് അറിയാതെ പൂജിക്കുന്ന ഈ അജ്ഞാത ദേവനുണ്ടല്ലോ, അജ്ഞാത ദേവനെ പറ്റി ഞാൻ പറയുന്നു. എന്നുവെച്ചാൽ സത്യദൈവത്തെ പറ്റി